നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് രണ്ടാം ഘട്ട പട്ടിക പുറത്ത്. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ കെ സുധാകരൻ സീറ്റില്ല. ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥി. എൽദോസ് കുന്നപ്പള്ളിക്കും അടൂർ പ്രകാശിനും സീറ്റില്ല. പെരുമ്പാവൂരിൽ മനോജ് മുത്തേടവും കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലും സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി 2 പ്രവൃത്തി ദിനം മാത്രം. ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ 3ാം ഊഴം എന്ന ശ്രമം വിഫലമാവുമെന്ന് ജി സുധാകരൻ. താനൂരിലെ ഇടത് സ്ഥാനാർത്ഥി മന്ത്രി വി അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റി. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് BJP. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിലും ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും മത്സരിക്കും. ബിഗ് ബോസ് താരം റോബിൻ കുണ്ടറയിൽ മത്സരിക്കും. വോട്ടില്ലാത്തതിനാൽ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി വീണ നായരെ പിൻവലിച്ച് 2020. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പകരം കോൺഗ്രസ് മുൻ നേതാവ് ജിബി പാത്യക്കൽ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സാക്ഷിയായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് രാമക്ഷേത്രമെന്ന് അമ്മ. സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിനൊപ്പം ഗൾഫ് രാജ്യങ്ങളിലും ചെറിയ പെരുന്നാൾ നാളെ. ഒമാനിലും നാളെ ചെറിയ പെരുന്നാൾ. ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. പശ്ചിമേഷ്യൻ സാഹചര്യം പരിഗണിച്ച് UAE-യിൽ പൊതുസ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾ ഇല്ല. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ ഇറാൻ നീക്കം. ആഗോള ഇന്ധന വിപണിയിൽ ആശങ്ക. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്ന് ഓഹരി വിപണി. സ്വർണ്ണവിലയിലും വലിയ ഇടിവ്. കോൺഗ്രസ് രണ്ടാം ഘട്ട പട്ടിക പുറത്ത്. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകിയില്ല. ടി.ഒ. മോഹനാണ് സ്ഥാനാർത്ഥി. സുധാകരൻ നിർദ്ദേശിച്ച റിജിൽ മാക്കൂറ്റിയെയും കണ്ണൂരിൽ പരിഗണിച്ചില്ല. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്കും കോന്നിയിൽ അടൂർ പ്രകാശിനും സീറ്റില്ല. പെരുമ്പാവൂരിൽ മനോജ് മുത്തേടത്തിനാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്. കോന്നിയിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും മത്സരിക്കും. തിരുവനന്തപുരത്തു നിന്നും മൺഫീൽഡ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തീർച്ചയായും ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിച്ചത് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ പട്ടിക രണ്ടാം ഘട്ടത്തിലെ പട്ടിക പൂർണ്ണമായും പുറത്തുവിടുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ പട്ടികയിൽ ഒരിടത്തു പോലും ഒരു നേതാക്കന്മാരുടെയും സമ്മർദ്ദത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകണമെന്ന് നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ സമ്മർദ്ദം മുഴക്കിയിരുന്ന ഒരൊറ്റ നേതാവിൻ്റെ ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ പേര് പോലും ഇല്ലാതെ എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ കെ സുധാകരന് സീറ്റിൽ അത് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് തന്നെ ഇപ്പോൾ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിക്കുകയും അതോടുകൂടി അദ്ദേഹം തിരിച്ച് കേരള നാട്ടിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് പകരം ഒരു ടി.ഒ. മോഹനൻ നേരത്തെ തീരുമാനിച്ചിരുന്ന ആ പേര് തന്നെയാണ്. മുൻ മേയറായിരുന്ന ടി.ഒ. മോഹന്റെ പേരാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ വരാൻ സമയത്ത് ഡൽഹിയിൽ നിന്ന് വരാൻ സമയത്ത് അദ്ദേഹം റിജിൽ പൂക്കുറ്റിയുടെ പേര് അവിടെ പറഞ്ഞിരുന്നു. റിജിൽ മാങ്കുറ്റിയുടെ പേര് അവിടെ പറഞ്ഞിരുന്നു. ആ പേര് ഇല്ല, അത് ഇല്ല. എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിച്ച ടി.ഒ. മോഹന്റെ പേര് തന്നെയാണ് കണ്ണൂരിലുള്ളത്. ഒപ്പം തന്നെ എൽദോസ് പെരുമ്പാവൂർ എൽദോസിന് സീറ്റില്ല എന്നതാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അവസാന നിമിഷം വരെയും എൽദോസ് തനിക്ക് തൻ്റെ പേരുണ്ടാകും, തനിക്ക് സീറ്റ് ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എൽദോസ് ഇല്ല. പകരം മനോജ് മുത്തേടത്തിൻ്റെ പേര് മനോജ് മുത്തേടൻ തന്നെയാണ് പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയാവുക ഹൈക്കമാൻഡ് തീരുമാനിച്ചതുപോലെ. അതോടൊപ്പം കോന്നിയിൽ അടൂർ പ്രകാശിനും സീറ്റില്ല. ഒപ്പം തന്നെ അവിടെ DCC അധ്യക്ഷനായിരിക്കുന്ന സതീഷും കൊച്ചുപറമ്പിൻ്റെ പേരാണ് കോന്നിയിലുമുള്ളത്. ഈ തർക്കമുള്ളിടത്തൊന്നും തന്നെയും ഈ ആവശ്യക്കാർ എന്താണോ പറയുന്നത് ആ പേരുകളൊന്നും തന്നെയില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ഹൈക്കമാൻഡ് തീരുമാനം ഉറപ്പിച്ച പേരുകൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് നേമത്ത് ശബരിനാഥ് ഉൾപ്പെടെ അരുവിക്കര
സെക്രട്ടറി VS ശിവകുമാർ, ഒപ്പം തന്നെയും കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ്, അതോടൊപ്പം തന്നെയും നെയ്യാറ്റിൻകര N ശക്തനാണ് നിലവിലെ പാറശാലയിൽ പഴയ DCC പ്രസിഡന്റായിരുന്ന നെയ്യാറ്റിൻകര സനൽ. അങ്ങനെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ വാമനപുരത്ത് സുധീർ പാലോടാണ്. അവിടെ വാമനപുരത്ത് പഴയ DCC പ്രസിഡന്റ് ആയിരുന്ന പാലോട് രവിയുടെ പേരൊക്കെയായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത്. പാലോട് രവി അല്ല അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. ബാക്കി എല്ലായിടത്തും തിരുവനന്തപുരത്തൊക്കെ തന്നെയും നേരത്തെ എന്താണ് തീരുമാനിച്ചിരുന്ന ആ പട്ടിക തന്നെയാണ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിലെ മുഹമ്മദ് ഷിയാസ്, അവിടെ ദീപ്തി മേരി വർഗീസ് അവസാനം വരെയും പ്രതീക്ഷ കൽപ്പിച്ചിരുന്നതാണ്. എന്നാൽ പേര് വന്നപ്പോൾ മുഹമ്മദ് ഷിയാസ് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അതോടൊപ്പം കായംകുളത്ത് M ലിജു ആണ്. അവിടെ അരിതാ ബാബുവിന്റെ പേരായിരുന്നു, രണ്ടുപേരിൽ ഒരാൾ എന്ന നിലയിലായിരുന്നു. എന്നാൽ കായംകുളത്ത് M ലിജു തന്നെയാണ്. അങ്ങനെ എവിടെയൊക്കെയാണ് സന്ദീപ് വാര്യർ തന്നെയാണ് തൃക്കരിപ്പൂർ. നമുക്കറിയാം അവിടെ കാസർഗോഡ് DCC വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ആ പ്രതിഷേധമൊക്കെ മാറി സന്ദീപ് വാര്യർ അവർ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഈ പട്ടിക പുറത്ത് വരുമ്പോൾ അവരൊക്കെ തന്നെയും എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് ആ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് ഈ പട്ടികയിൽ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഇവർ സീറ്റ് നിഷേധിച്ചവരൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധ സ്വരം ഉയർത്തുമോ എന്നതിൽ എൽദോസ് മാത്രമാണ് ആ രീതിയിലൊരു പ്രതിഷേധം പരസ്യമായി ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ എൽദോസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. തനിക്കായിരുന്നു സീറ്റ് നൽകേണ്ടിയിരുന്നത്. തന്നോട് പാർട്ടി കാട്ടിയ ചതിയും അനീതിയും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ പോലെ സമാന പരാതികളുള്ള പലരും ഇവിടെ സീറ്റ് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തനിക്ക് എന്തിനാണ് സീറ്റ് നിഷേധിച്ചതെന്ന് പാർട്ടി പറയണമെന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നു. എന്നാൽ വിമതനായ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ളത് തൻ്റെ അനുയായികളോടും പ്രവർത്തകരോടൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടിക്ക് വഴങ്ങി തന്നെയാകും ഒരുപക്ഷെ എൽദോസ് പോവുക. ഇനി എൽദോസിനുണ്ടാകുന്ന പ്രതിഷേധം ഒഴിച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളൊന്നും തന്നെയും ഈ പട്ടികയെ ചൊല്ലി അങ്ങനെ വലിയ പൊട്ടിത്തെറിയായി മാറാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്. രാജേഷ്. യെസ്. അതേസമയം കണ്ണൂർ കോൺഗ്രസിൽ നാടകീയതയുടെ ദിനമായിരുന്നു ഇന്ന്. സുധാകരൻ്റെ സീറ്റ് തർക്കം വലിയ കൊള്ളിളക്കമാണ് സൃഷ്ടിച്ചത്. സുധാകരനെ പിന്തുണച്ച് അണികളും എതിർത്ത് നേതാക്കളും രംഗത്തെത്തിയതോടെ കണ്ണൂർ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ കലുഷിത ഭൂമിയായി. സുധാകരന് സീറ്റില്ല, പകരം TO മോഹനൻ പട്ടികയിൽ ഇടം പിടിച്ചെന്ന വാർത്ത സുധാകര പക്ഷത്തെ ചൊടിപ്പിച്ചു. രാവിലെ 10 മണിയോടെ നിർണായക വാർത്താ സമ്മേളനം വിളിക്കാനൊരുങ്ങിയ സുധാകരനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു. അനിശ്ചിതത്വം നീണ്ട മണിക്കൂറിനുള്ളിൽ സുധാകരന് സീറ്റ് നൽകുമെന്ന പ്രതീക്ഷ ഉരുത്തിരിഞ്ഞു. ഇതിനു പിന്നാലെ അണികൾ കണ്ണൂർ DCCക്ക് മുൻപിൽ പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദം മുഴക്കിയും ആഘോഷിച്ചു. സുധാകരനെ മത്സരിപ്പിച്ചാൽ തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ നേതൃത്വം പിന്നെയും പിടിമുറുക്കി. മാത്രമല്ല, ഇതിനിടെ കണ്ണൂർ DCയിൽ ഒരു സുപ്രധാന നീക്കവും ഉണ്ടായി. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളെ പിന്തുണയ്ക്കുമെന്ന് DCC നേതൃത്വം പ്രഖ്യാപിച്ചു. കണ്ണൂരിലെ ഭൂരിഭാഗം നേതാക്കളും സുധാകരനെ മത്സരിപ്പിക്കേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു. ഇത് വലിയ വാക്പോരിനിടയാക്കി. മണിക്കൂറുകൾക്ക് ശേഷം സുധാകരൻ നേതൃത്വത്തിന് പൂർണ്ണമായും കീഴടങ്ങി. കോൺഗ്രസ് പാർട്ടിക്ക് മുകളിലല്ല, പാർട്ടി തന്നെയാണ് എല്ലാം എന്ന നിലപാട് വ്യക്തമാക്കി. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ രാത്രി 12 മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയ അധികായനെ സ്വീകരിക്കാൻ അണികളും നേതാക്കളും തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ഒടുവിൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ സുധാകരൻ മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന ശ്രമം വിഫലമാവുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. UDF പിന്തുണ അംഗീകരിച്ച സുധാകരൻ രംഗത്ത് വരുന്നു. കോൺഗ്രസ് പിന്തുണ ചരിത്രത്തിലെ രജതരേഖയായി സ്ഥാനം പിടിക്കുമെന്നും UDFൻ്റേത് ബുദ്ധിപൂർവമായ നിലപാടാണെന്നും FB പോസ്റ്റിൽ സുധാകരൻ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്, അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. LDF നേതൃത്വം നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നു എന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി 23 ഇനിയുള്ള 2 അവധി ദിനങ്ങൾ കഴിഞ്ഞാൽ അവസാന ദിവസവും ചേർത്ത് 2 ദിവസം മാത്രമാണുള്ളത്. അതേസമയം മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി രജിസ്റ്റർ ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത്. മുതിർന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. EP ജയരാജൻ, MV ജയരാജൻ, N ഷംസീർ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 3ാം തവണയാണ് ധർമ്മടത്ത് നിന്നും പിണറായി വിജയൻ ജനവിധി തേടുന്നത്. താനൂരിലെ ഇടത് സ്ഥാനാർത്ഥി മന്ത്രി V അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റി. പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അബ്ദുറഹ്മാൻ പ്രചരണത്തിന് വന്നിരുന്നില്ല. തുടർന്നാണ് അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ട പ്രകാരം തിരൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനും നാട്ടികയിൽ CPI വിട്ട CC മുകുന്ദനും ഉൾപ്പെടെ 39 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ 39 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. മന്ത്രി വീണ ജോർജും കോൺഗ്രസിൽ അബിൻ വർക്കിയെയും പരിഗണിക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും വേദിയാവുക. കൊടുങ്ങല്ലൂരിൽ പരിഗണിച്ച B. ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. നാട്ടികയിൽ CPIയിൽ നിന്നുമെത്തിയ സിറ്റിംഗ് MLA CC മുകുന്ദനാണ് സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് K. രഞ്ജിത്തും, കുണ്ടറയിൽ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും, കൊല്ലത്ത് ഡോക്ടർ പ്രതാപും, തൃത്താലയിൽ V. ഉണ്ണികൃഷ്ണനും ജനവിധി തേടും. അതേസമയം കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ രണ്ടാം ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ ഒരു പിടി നേതാക്കൾ ഇന്നും NDAയുടെ ഭാഗമായി. എന്തു കസർത്ത് കാട്ടിയാലും LDFന് തുടർഭരണം കിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിവാദ രാഷ്ട്രീയമല്ല, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2020 അപ്രതീക്ഷിതമായി അണിനിരത്തിയ സ്ഥാനാർത്ഥി പട്ടികയിൽ സിനിമാറ്റിക് ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയായ ലക്ഷ്മി പ്രിയയ്ക്ക് പിന്നാലെ 2020 ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച വീണ നായരുടെ പേരും വോട്ടർ പട്ടികയിലില്ല. ഇരു മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കുവൈറ്റിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ വിവിധ കാരണങ്ങളാൽ മരണമടഞ്ഞ 14 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി. കുവൈറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട കുവൈറ്റ് എയർവേസ് കാർഗോ വിമാനത്തിലാണ് ഇന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി പരിമിത ത്രിപാഠി നടത്തിയ പ്രസ് മീറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘർഷം തുടങ്ങിയത് മുതൽ ഇതുവരെയായി 17 മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിച്ചതായി സ്ഥാനപതി പറഞ്ഞു. ഇതിൽ 2 മൃതദേഹങ്ങൾ മലയാളികളുടേതാണ്. ഡൽഹിയിൽ എത്തുന്ന 14 മൃതദേഹങ്ങളിൽ 5 പേരുടെ ചെന്നൈയിലേക്കും 2 പേരുടെ കൊച്ചിയിലേക്കും അയക്കും. ഇതിനു പുറമെ മുംബൈയിലേക്കും ഹൈദരാബാദിലേക്കും ലക്നൌവിലേക്കും അയക്കേണ്ട ഓരോ മൃതദേഹങ്ങളാണ് വിമാനത്തിൽ ഉള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഫെബ്രുവരി 28-ന് കുവൈറ്റ് വ്യോമപാത അടച്ചതോടെയാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 3 ആഴ്ചകളായി വിവിധ കാരണങ്ങളാൽ കുവൈത്തിൽ മരണമടഞ്ഞ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യാനാകാത്ത ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമായി ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ ജസീറ എയർവേസ് പുനരാരംഭിക്കുന്നതായും അംബാസിഡർ പറഞ്ഞു. But now we have worked in close coordination with the Jazeera Airways, which is one of the designated national carriers of Kuwait, and we have got very prompt response from the DGCA in India, our foreign ministry, the Ministry of External Affairs in India, the Ministry of Civil Aviation in India, and we are happy to tell you that now there will be flights to India to 6 destinations in India to begin with that are going to be undertaken by the Jazeera Airways. കുവൈറ്റിൽ നിന്നും യാത്രക്കാർ പ്രത്യേക ബസ്സുകൾ വഴി സൗദി അറേബ്യയിലെ അൽ ഖസുമ എയർപോർട്ടിൽ എത്തും. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ പുറപ്പെടുക. തിരികെ വരുന്നവർക്കും ഇതേ റൂട്ടിൽ കുവൈറ്റിൽ എത്താം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് കുവൈറ്റിലെ ഗ്രാൻഡ് മസ്ജിദിൽ ഇത്തവണ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവില്ല. ഇത്തവണത്തെ ഈദുൽ ഫിത്തർ നമസ്കാരത്തിനായി വിശ്വാസികളെ സ്വീകരിക്കാൻ സാധിക്കാത്തതിൽ കുവൈറ്റ് ഗ്രാൻഡ് മസ്ജിദ് ഖേദം പ്രകടിപ്പിച്ചു. നിലവിലെ സാഹചര്യം മുൻനിർത്തി സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. പെരുന്നാൾ നമസ്കാരത്തിനായി ഗ്രാൻഡ് മസ്ജിദിലേക്ക് എത്താൻ പദ്ധതിയിട്ടിരുന്ന വിശ്വാസികൾ ഈ മാറ്റം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കൂടാതെ തുറസായ സ്ഥലങ്ങളുള്ള ഈദ്ഗാഹുകൾക്കും അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി ഇറാൻ ഭരണകൂടം. കപ്പൽ ഗതാഗതം, ഇന്ധന കൈമാറ്റം, ഭക്ഷ്യ വിതരണം എന്നിവയ്ക്കായി ഈ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ടോൾ ഈടാക്കുന്നതിനുള്ള ബിൽ ഇറാൻ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണെന്ന് ഇറാനിയൻ
മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇസ്രയേൽ US യുദ്ധം 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിലെ വിവിധ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഓയിൽ ഫീൽഡുകളും ആക്രമണ ശ്രമത്തിന് വിധേയമായി. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ പ്രകൃതിവാതക വിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം 20ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് എണ്ണ സംഭരണികളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ശക്തമായത്. UAEയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റും ബാബ് ഫീൽഡും ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ ആക്രമണ ശ്രമത്തെ UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഈ ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനവുമാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇറാൻ ആക്രമണ ശ്രമത്തെ തുടർന്ന് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തമുണ്ടായതിനു പുറമെ LNG പ്ലാന്റുകൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് ഖത്തർ ഊർജ്ജ അതോറിറ്റി അറിയിച്ചു. തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്നും കൂളിംഗ് നടപടികൾ പുരോഗമിക്കുന്നുവെന്നും അതോറിറ്റി വ്യക്തമാക്കി. റിയാദിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 4 ഏഷ്യൻ വംശജർക്ക് പരിക്കേറ്റു. തെക്കൻ റിയാദിലെ റിഫൈനറിയിലും യാംബുവിലെ സംറഫ് റിഫൈനറിയിലും ആക്രമണ ശ്രമത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ഇറാനിൽ നിന്നുള്ള തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി സൈനിക നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. റിയാദിൽ മേഖലയിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആക്രമണങ്ങളിലൂടെ ഇറാൻ അയൽക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിദേശ നിക്ഷേപവും മൂലധനവും കൈകാര്യം ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് UAE സാമ്പത്തിക കാര്യവകുപ്പ് അറിയിച്ചു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും സാധ്യമാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ ജനവാസ മേഖലയിൽ ബാലസ്റ്റിക് മിസൈൽ തകർക്കുന്നതിനിടയിൽ അവശിഷ്ടങ്ങൾ പതിച്ച 4 പ്രവാസികൾക്ക് പരിക്കേറ്റു. ഇറാൻ വിക്ഷേപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നതിനിടയിലാണ് അവശിഷ്ടങ്ങൾ പതിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ഔദ്യോഗിക വക്താവ് അറിയിച്ചു. സംഭവത്തിൽ ഏഷ്യൻ പൗരത്വമുള്ള 4 പ്രവാസികൾക്ക് പരിക്കേറ്റതായും ചിലയിടങ്ങളിൽ പരിമിതമായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും വക്താവ് വ്യക്തമാക്കി. റിയാദിൽ വെച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ നിർണായകമായ കൺസൾട്ടേറ്റീവ് യോഗം ചേർന്നു. സൗദി വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ യോഗത്തിന് ശേഷം പ്രതിനിധി സംഘത്തലവന്മാർ ഒത്തുചേർന്ന് പബ്ലിഷ് ചെയ്ത ഔദ്യോഗിക ചിത്രം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രഖ്യാപനമായി മാറി. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫർഹാൻ ബിൻ ഫൈസലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പലസ്തീൻ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ നയരൂപവൽക്കരണം നടത്തുക, അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുക, സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി രൂപവൽക്കരിച്ച മന്ത്രിതല സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുക എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. പ്രമുഖ സൗദി വ്യവസായി VP മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാടകീയമായ വഴിത്തിരിവ്. സ്വന്തം ബന്ധുവായ സിയാസ് VP വണ്ടൂറാണ് ഈ കൊട്ടേഷന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജിദ്ദയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട VP മുഹമ്മദ് അലി തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ ഡിസംബർ 6-ന് പാലക്കാട് കോയിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ചാണ് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലിയെ ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോയത്. 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് നടന്ന ഈ ആക്രമണത്തിൽ നിന്ന് അതിസാഹസികമായാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി ജിദ്ദയിൽ സംഘടിപ്പിച്ച ഇഫ്താറിന് ശേഷം അദ്ദേഹം ആദ്യമായി ഈ കാര്യം മാധ്യമങ്ങളോട് നേരിട്ട് തുറന്നു പറഞ്ഞു. നേരെ ഒരു വണ്ടി മുമ്പിലും ഒരു വണ്ടി ബാക്കിലും സൈഡിനൊരു വണ്ടി നമ്മളെ മുമ്പിൽ ഇട്ടിട്ട് ഓൺ ബ്ലോക്കാക്കി. അതുപോലെ 4 ആൾ വന്നു കാട്ടിനെ പിടിച്ചാണ്ട് ഓരോ വണ്ടി ഇട്ടു. അങ്ങനെയാണ് പോയി. അവസാനം ഓലിനെ കൊണ്ട് നിർബന്ധിച്ച് 70 CR എന്ന് പറയിച്ചു. ഞാൻ 70 CR പറയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ കരഞ്ഞു പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ അതും കരഞ്ഞു പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കൊരു ചോര എവിടെയെങ്കിലും പൊട്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങായി ഒരു കമ്പിന്റെ മാതിരി സാധനം കൊണ്ടുവന്നിട്ട് ഈ തൊള്ളിയിലിട്ട് തട്ടിക്കൊണ്ടുപോയ കേന്ദ്രത്തിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റ മുഹമ്മദ് അലിയെ ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ മേൽനോട്ടത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടവണയിൽ വെച്ച് മുഖ്യപ്രതി മുഹമ്മദ് അലിയുടെ ചെറിയച്ഛനും മകനുമായ സിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി മുഹമ്മദ് അലി പറഞ്ഞു.
തന്നെ ഏറെ വേദനിപ്പിച്ചത് താൻ ഏറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത സ്വന്തം ബന്ധുവിൽ നിന്നുണ്ടായ അനുഭവമാണ് വേദനിപ്പിച്ചതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. കൊണ്ടതിന് ശേഷം ഒരു എന്നെ പലതരക്കും ഞാൻ ദ്രോഹിച്ചു. അടിച്ചിട്ടും കുത്തിയിട്ടും എൻ്റെ ചുണ്ട് പൊട്ടിച്ചിട്ടും എൻ്റെ വിരൽ ഇതപ്പോഴും ഇതേമാതിരി കിടക്കുന്നത്, ഇതിപ്പോഴും ശരിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവരെന്നെ ചെയ്തിട്ടും അതൊന്നും ഞാനൊരു വിഷമായിട്ട് കണക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം നോമ്പ് 26-ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഏറ്റവും വളരെ അടുത്ത ഒരാളാണ് ഈ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആ വിഷമം എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജിദ്ദയിലെ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ സംഭവത്തിൽ നീതി നടപ്പിലാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി ലോകം. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കേരളത്തിനൊപ്പം ഗൾഫ് രാജ്യങ്ങളും നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഒമാനിലും നാളെയാണ് ചെറിയ പെരുന്നാൾ. മാസപ്പിറവി കണ്ടതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 1 മാസം നീണ്ടുനിന്ന പുണ്യങ്ങളുടെ വസന്തകാലത്തിന് വിട ചൊല്ലി വിശ്വാസികൾ ഇനി ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. നാട്ടിലും സൗദി അറേബ്യയിലും നാളെയാണ് ഈദുൽ ഫിത്തർ. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളുമായി വിശ്വാസികൾ മുഴുകിയ രാപ്പകലുകൾക്കാണ് ഇന്നത്തോടെ സമാപനമാകുന്നത്. നാളെ ചെറിയ പെരുന്നാൾ. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളുമായി വിശ്വാസികൾ മുഴുകിയ രാപ്പകലുകൾക്കാണ് ഇന്നത്തോടെ സമാപനമാകുന്നത്. സ്നേഹവും ഐക്യവും വിളിച്ചോതി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും നടത്തിയ ഇഫ്താർ സംഗമങ്ങൾ ഈ റമദാനിനെ ധന്യമാക്കി. തെരുവുകളിൽ നോമ്പുകാലത്തിന്റെ പ്രത്യേക വൈബ് സമ്മാനിച്ച ജീരകക്കഞ്ഞിയും ഉപ്പിലിട്ട വിഭവങ്ങളും ചായക്കടകളിലെ തിരക്കും ഇനി മനോഹരമായ ഓർമ്മ. പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു, അൽവഫ ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും ഡ്രോൺ ഭീഷണികൾക്കും ഇടയിലും സൗദിയുടെ പ്രതിരോധക്കരുത്ത് ജനജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല. ഷറഫിയ ഉൾപ്പെടെയുള്ള നഗരവീഥികൾ പെരുന്നാൾ വിപണിയെ വരവേൽക്കുന്ന തിരക്കിലാണ്. പരീക്ഷണങ്ങൾക്കിടയിലും പ്രത്യാശയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായാണ് ഓരോ വിശ്വാസിയും പെരുന്നാളിനെ വരവേൽക്കുന്നത്. അമൃത ന്യൂസ്, സൗദി. നിലവിലെ യുദ്ധ സാഹചര്യം പരിഗണിച്ച് UAE-യിൽ ഇത്തവണ പൊതുസ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾ ഉണ്ടാകില്ല. പള്ളികൾക്കുള്ളിൽ തന്നെ പെരുന്നാൾ നമസ്കാരം നടത്തണമെന്ന് UAE അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്തെ എല്ലാ പള്ളികളിലും വിശ്വാസികൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അവശ്യ വസ്തുക്കളുടെ ലഭ്യതയും വിലയും വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി അബുദാബിയിലെയും അലൈനിലെയും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് സന്ദർശനം നടത്തി. അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ അഹമ്മദ് ജാസിം അൽ സാബിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഹൈപ്പർ മാർക്കറ്റിലെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മികച്ച ലഭ്യതയും വില സ്ഥിരതയും ലുലുവിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വകുപ്പ് വിലയിരുത്തി. പ്രത്യേക വിമാനങ്ങളിൽ അവശ്യ വസ്തുക്കൾ എത്തിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നീക്കങ്ങളെ അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് അഭിനന്ദിച്ചു. അവശ്യ വസ്തുക്കളുടെ ലഭ്യതയും വില സ്ഥിരതയും ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. സാമ്പത്തിക വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തുന്ന ഇത്തരം സന്ദർശനങ്ങൾ സുതാര്യമായ വിപണിക്കും ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതൽ പകരുന്നതിനും വഴിവെക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതീകമായി ശ്രീരാമ യന്ത്രപ്രതിഷ്ഠ നടന്നു. ചൈത്ര നവരാത്രിയുടെ പുണ്യദിനത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിച്ചത്. അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. കാശിയിലെ ആചാര്യൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ധർമ്മസ്ഥല ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാമയന്ത്രത്തിനു മുൻപിൽ ആരതിയും പൂജയും നടത്തി.
പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ക്ഷേത്രത്തിലെ 1-ാം നിലയിലെ രാം ദർബാറിലും ഗർഭഗൃഹത്തിൽ രാംലല്ലയ്ക്ക് മുൻപിലും ആരതിയിലും പൂജയിലും പങ്കെടുത്തു. രാമരക്ഷായന്ത്രം കേവലം ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും ചടങ്ങുകൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിരുന്നു. മഹത്തായ ഭാരത സംസ്കാരത്തിന്റെ ഒളിമങ്ങാത്ത ഋഷീശ്വരന്മാരുടെയും പൂർണ്ണതയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ ധർമ്മത്തിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ സ്വഭാവചിതം മൂർത്തിയാണ്. ലോകജീവിതത്തിൽ പുലർത്തേണ്ട കുലമഹിമയുടെയും മര്യാദയുടെയും അതുല്യമായ മാതൃകയാണ് അവിടുന്ന്. വിധി അതുപോലെ തന്നെ സ്വീകരിക്കലെ രാമനും കൃഷ്ണനും ചെയ്ത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ധർമ്മം അനുസരിച്ച് പ്രയത്നിച്ചു പുരുഷപ്രയത്നത്തിന്റെ മഹത്വം അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമിപൂജ നടത്തിയത്. പിന്നീട് 2024 പ്രാണപ്രതിഷ്ഠയിലും ധർമ്മധ്വജാരോഹണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷേത്രം പൂർണ്ണതയിലെത്തുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തന്മാർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമിയിൽ രാമരക്ഷ യന്ത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചൈത്ര നവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിൽ അമ്മയുൾപ്പെടെയുള്ള ആത്മീയ നേതൃനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയോധ്യയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അയോധ്യയിൽ ശ്രീരാമ യന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാജ്യമാണ് പ്രധാനമെന്നാണ് ആശ്രമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന ദർശനമാണ് ശ്രീരാമൻ നൽകിയതെന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിലെ രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിൻ്റെ രേഖാചിത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ മുതൽ രാമയന്ത്ര പ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ ഇതിഹാസമാണെന്നും ആധുനിക ലോകത്ത് ഭാരതം രാമരാജ്യ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. स्वयं प्रभु श्री राम ने अपनी इस जन्मभूमि को स्वर्ग से भी श्रेष्ठ बताया था. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ചടങ്ങിൽ സംസാരിക്കാൻ എഴുന്നേറ്റ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ജയ് ശ്രീറാം വിളികളോടെയാണ് സദസ്സ് വരവേറ്റത്. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാജ്യമാണ് പ്രധാനമെന്ന് ആശ്രമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതായും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറയുടെ മനസ്സിലും വളർത്തിയെടുക്കണമെന്നും അമ്മ പറഞ്ഞു. സനാതനധർമ്മത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. പുതുതലമുറയെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് പുതിയ ഭാരതമാണെന്നും രാമരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അയോധ്യ ക്ഷേത്രമെന്നും വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ വിശ്വാസങ്ങളെ നേരത്തെ അന്ധവിശ്വാസങ്ങളായി ആരോപിച്ച് അപമാനിച്ചിരുന്നു. നീണ്ട 500 വർഷത്തെ പോരാട്ടം സഫലമായെന്നും ഇന്ന് ഭാരതീയ സംസ്കൃതി തലയുയർത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. बहनों और भाइयों, ये नया भारत है और ये बदलता हुआ भारत भी है. अब वर्तमान पीढ़ी जिसके बारे में लोग कहते थे कि ये दिग्भ्रमित है, लेकिन वो दिग्भ्रमित नहीं है, वो सही दिशा में जा रहा है. नया वर्ष मनाता है तो मंदिरों में जाता है, किसी ऐसे टूरिस्ट डेस्टिनेशन में नहीं जाता जहां पर सनातनता के विरोध में कोई कार्य हो रहा हो. आज वो जाता है तो मंदिरों में जाता है, परिवार के साथ जाता है, और यही उसके संस्कार हैं. यहां पर अभी पूजनीय
अम्मा जी ने जो बात यहां पर कही है वह अक्सरशः आज नए भारत में देखने को मिल रही है। ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സുരേഷ് ഭയ്യാജി ജോഷി, സ്വാമി ഗോവിന്ദദേവ്ഗിരി മഹാരാജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളും അമ്മയ്ക്കൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ഭക്തരും സന്യാസി ശ്രേഷ്ഠരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, അയോധ്യ. ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.